Lemma 24.2a part. Let X be an inner product space and F element of X dash. Let U1, U2, etc. be an orthonormal set in X. Then summation over n modulus of f of un the whole square is less than or equal to norm of f the whole square. X എന്ന് പറയുന്ന ഒരു ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് ആണ്. ആ എക്സിൽ നിന്ന് കെയിലേക്കുള്ള ഒരു കണ്ടിന്യൂസ് ലിനിയർ മാപ്പാണ് എഫ് എന്ന് പറയുന്നത്. എഫ് ഈസ് എ കണ്ടിന്യൂസ് ലിനിയർ മാപ്പ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ലിനിയർ ഫംഗ്ഷണൽ ഫ്രം എക്സ് ടു കെ. സെറ്റ് U1, U2, എക്സെട്ര എന്ന് പറയുന്നത് ഒരു ഓർത്തോനോർമൽ സെറ്റ് ആണ്. അത് കൗണ്ടബിൾ ഓർത്തോനോർമൽ സെറ്റ് ആണ്. ഫൈനൈറ്റ് ആവാം, ഡെന്യൂമറബിൾ ആവാം. ദെൻ സമ്മേഷൻ ഓവർ എൻ. അപ്പൊ ഇത് ഫൈനൈറ്റ് സം ആവാം. ഈ സെറ്റ് ഫൈനൈറ്റ് ആണെങ്കിൽ ഫൈനൈറ്റ് എലമെന്റ്സ് ആയി സെറ്റിലുള്ളെങ്കിൽ ഈ സം ഫൈനൈറ്റ് സം ആയിരിക്കും. ഇതിനകത്ത് കൗണ്ടബിളി ഇൻഫിനിറ്റ് എലമെന്റ്സ് ഉണ്ടെങ്കിൽ ഇത് ഇൻഫിനിറ്റ് സം ആയിരിക്കും. സമ്മേഷൻ n ഈക്വൽസ് 1 to ഇൻഫിനിറ്റി എന്നായിരിക്കും. അപ്പൊ ഫൈനൈറ്റ് സമ്മോ ഇൻഫിനിറ്റ് സമ്മോ ആവാം ഈ സെറ്റിനനുസരിച്ച്. സെറ്റ് U1, U2 എന്ന് പറയുന്ന ഒരു ഓർത്തോനോർമൽ സെറ്റ് ആണ് എക്സിനകത്തെ. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് UN എന്ന് പറയുന്നത് കെയിലെ എലമെന്റുകളായിരിക്കും. എഫ് കെയിലേക്കുള്ള ഫംഗ്ഷൻ. അപ്പോൾ എഫ് ഓഫ് UN എന്ന് പറയുന്നത് കെയിലെ എലമെന്റുകളാണ്, സ്കെയിലേഴ്സാണ്. അവരുടെ മോഡുലസുകളുടെ സ്ക്വയറിന്റെ സമ്മ്, എഫ് ഓഫ് യുഎന്നുകളുടെ മോഡുലസുകളെല്ലാം എടുത്ത് സ്ക്വയർ ചെയ്ത് സം ചെയ്താൽ ആ സം എന്ന് പറയുന്നത് നോം എഫ് സ്ക്വയറിനേക്കാൾ ചെറുതോ തുല്യമോ ആയിരിക്കും എന്ന ഇനിക്വാളിറ്റിയാണ് ഈ ലെമ്മയിൽ പറയുന്നത്. ഇനി നമുക്ക് അതിന്റെ പ്രൂഫ് നോക്കാം. പ്രൂഫിന് വേണ്ടി പുതിയൊരു സീക്വൻസ് ഡിഫൈൻ ചെയ്യുന്നു. ലെറ്റ് വൈ എം ഈക്വൽസ് സമ്മേഷൻ ഓവർ n ഈക്വൽസ് 1 to m. അത് ഈ യു എന്നുകളുടെ ഒരു ലിനിയർ കോമ്പിനേഷനെ വൈ എം എന്ന് എടുക്കാൻ പോകുന്നത്. U1, U2, എക്സെട്ര U1 തൊട്ട് UM വരെയുള്ളവരുടെ ഒരു ലിനിയർ കോമ്പിനേഷൻ. ലിനിയർ കോമ്പിനേഷൻ ഉണ്ടാക്കാൻ സ്കെയിലേഴ്സ് വേണമല്ലോ. സ്കെയിലേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് എഫ് ഓഫ് യുഎന്നുകളുടെ കോൺജുഗേറ്റുകളെയാണ്. എഫ് ഓഫ് UN ബാർ ഇൻറ്റു UN. അതായത് എഫ് ഓഫ് U1 ബാർ ഇൻറ്റു U1 പ്ലസ് എഫ് ഓഫ് U2 ബാർ ഇൻറ്റു U2 പ്ലസ് എക്സെട്ര പ്ലസ് എഫ് ഓഫ് UM ബാർ ഇൻറ്റു UM. ആ ലിനിയർ കോമ്പിനേഷനെ YM എന്ന് വിളിച്ചിരിക്കുന്നു. കൺസിഡർ ഇറ്റ്സ് നോം. ദെൻ നോം ഓഫ് YM. ഇതിന്റെ സ്ക്വയർ എടുക്കുക. ഒരു ഇന്നർ പ്രോഡക്റ്റ് സ്പേസിൽ നോം നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇന്നർ പ്രോഡക്റ്റ് ഇൻഡ്യൂസ് ചെയ്യുന്ന നോം എക്സ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ഇന്നർ പ്രോഡക്റ്റ് എക്സ് എക്സ് എന്നാണ്. അല്ലെങ്കിൽ നോം എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ എക്സ് ആണ്. അപ്പോൾ നോം YM സ്ക്വയർ എന്നുള്ളത് ഡെഫിനിഷൻ അനുസരിച്ച് ഇന്നർ പ്രോഡക്റ്റ് YM എന്ന് എഴുതാം, ഇൻഡ്യൂസ്ഡ് നോമിന്റെ ഡെഫിനിഷൻ പ്രകാരം. ഇതിലേക്ക് നമുക്ക് YMന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇന്നർ പ്രോഡക്റ്റ് സമ്മേഷൻ ഓവർ n ഈക്വൽസ് 1 to m എഫ് ഓഫ് UN ബാർ ഇൻറ്റു UN കോമ രണ്ടാമത്തെ വേരിയബിളിലും YM തന്നെ. പക്ഷെ നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി, കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇൻഡെക്സ് ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. സമ്മേഷൻ ഓവർ n എന്നുള്ളത് മാറ്റി വേറൊരു ഇൻഡെക്സ് കൊടുക്കുകയാണ്, j കൊടുക്കുന്നു. j ഈക്വൽസ് 1 to m. അതിനനുസരിച്ച് ചേഞ്ച് കൊടുക്കുക. എഫ് ഓഫ് UJ ബാർ ഇൻറ്റു UJ. ദെൻ ഇന്നർ പ്രോഡക്റ്റിന്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് ഇതിനെ സിംപ്ലിഫൈ ചെയ്യുന്നു. ഇന്നർ പ്രോഡക്റ്റ് ഫസ്റ്റ് വേരിയബിളിൽ ലിനിയർ ആണ്, സെക്കൻഡ് വേരിയബിളിൽ കോൺജുഗേറ്റ് ലിനിയർ ആണ്. ഫസ്റ്റ് വേരിയബിളിൽ ലിനിയർ ആയതുകൊണ്ട് നമുക്ക് ഈ സമ്മേഷൻ പുറത്തേക്ക് എടുക്കാം. അതേപോലെ സ്കെയിലാറുകളെയും പുറത്തേക്ക് എടുക്കാം. അതേപോലെ സെക്കൻഡ് വേരിയബിളിൽ കോൺജുഗേറ്റ് ലിനിയർ ആണ് എന്നത് വെച്ചിട്ട് സമ്മേഷനും സ്കെയിലാറിന്റെ കോൺജുഗേറ്റും പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതിങ്ങനെ സിംപ്ലിഫൈഡ് ആവും. സമ്മേഷൻ n ഈക്വൽസ് 1 to m സമ്മേഷൻ j ഈക്വൽസ് 1 to m. ഫസ്റ്റ് വേരിയബിളിൽ നിന്ന് എഫ് ഓഫ് UN കോൺജുഗേറ്റ്. സെക്കൻഡ് വേരിയബിളിൽ നിന്ന് സ്കെയിലാർ അതിന്റെ കോൺജുഗേറ്റ് ആയിട്ടാണ് വരുന്നത്. ഇവിടെ എഫ് ഓഫ് UJ ബാർന്ന അതിന്റെ കോൺജുഗേറ്റ് പുറത്തേക്ക് വരുമ്പോൾ എഫ് ഓഫ് UJ എന്നാകും ഇൻറ്റു എഫ് ഓഫ് UJ. ബാക്കി പിന്നെ ഇന്നർ പ്രോഡക്റ്റിൽ ഫസ്റ്റ് വേരിയബിളിൽ പിന്നെ ബാക്കി നമുക്ക് UN മാത്രമേ ഉള്ളൂ.
സെക്കൻഡ് വേരിയബിളിൽ യു ജെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കി വരുന്ന ഇന്നർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇന്നർ പ്രോഡക്റ്റ് യു എൻ കൊമ യു ജെ. ഇനി ഇവിടെ ഈ രണ്ടാമത്തെ സമ്മ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. ജെ എന്ന ഇൻഡെക്സ് വേരി ചെയ്യിച്ച് നമ്മൾ ഇതിന്റെ വാല്യൂ കാണാൻ പോവുകയാണ്. ജെക്ക് 1 2 3 എക്സെട്ര എം വരെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ യു എൻ യു 1 വരും ആദ്യം, പിന്നെ യു എൻ യു 2, അവസാനം യു എൻ യു എം എന്ന് വരും. ഈ എന്നിന്റെ വില എന്നിന്റെ വാല്യൂവും 1 to m ആണ്. അപ്പോൾ യു എൻ യു 1 യു എൻ യു 2 എക്സെട്ര എന്ന് പറയുമ്പോൾ യു എൻ എന്നൊരു ടേം വരും. ഇന്നർ പ്രോഡക്റ്റ് യു എൻ എന്നൊരു ടേം വരും. അതിന്റെ വാല്യൂ 1 ആണെന്ന് നമുക്കറിയാം. ബാക്കി എല്ലാ ഇന്നർ പ്രോഡക്റ്റുകളും ബാക്കി എല്ലാ ടേമും യു എൻ യു ജെ ഇസ് ഈക്വൽ ടു 0 ആകും ഫോർ എൻ നോട്ട് ഈക്വൽ ടു ജെയിൽ. അപ്പൊ നമ്മുടെ ഈ സമ്മേഷൻ ഒരു ടേമായിട്ട് ചുരുങ്ങും. ഇതിന്റെ nth ടൈം മാത്രം ജെ ഈക്വൽസ് 1 to m-ല് ജെയുടെ വാല്യൂ n ആകുന്ന ടൈം മാത്രം അവിടെ നിൽക്കും, ബാക്കിയെല്ലാം 0 ആയി പോകും. അപ്പോൾ ഇത് സമ്മേഷൻ ഓവർ n ഈക്വൽസ് 1 to m f of u n കോൺജുഗേറ്റ് ജെയ്ക്കാണ് വേരിയേഷൻ, ജെ ഈക്വൽസ് n ആകുന്ന ടൈമാണ് നിൽക്കുന്നത്, ഇൻറ്റു എഫ് ഓഫ് യു എൻ, ബാക്കി ഇന്നർ പ്രോഡക്റ്റ് യു എൻ എന്ന് വരും. ബാക്കിയെല്ലാം 0 ആയി പോയി. ആ സം ഒരു സിംഗിൾ ടൈം ആയിട്ട് മാറും. ഈക്വൽസ് ഇന്നർ പ്രോഡക്റ്റ് യു എൻ നമുക്ക് 1 എന്ന് കൊടുക്കാം. അപ്പോൾ ഇത് സമ്മേഷൻ ഓവർ n ഈക്വൽസ് 1 to m. ഇത് z ബാർ ഇൻറ്റു z എന്ന ഫോം ആണല്ലോ. എഫ് ഓഫ് യു എൻ ബാർ ഇൻറ്റു എഫ് ഓഫ് യു എൻ എന്ന z ഇൻറ്റു z ബാർ എന്നുള്ളതിനെ നമുക്ക് മോഡ് z സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ എഫ് ഓഫ് യു എൻ ഇൻറ്റു എഫ് ഓഫ് യു എൻ ബാർ എന്നുള്ളതിനെ മോഡ് എഫ് ഓഫ് യു എൻ സ്ക്വയർ എന്ന് എഴുതാം. ഇന്നർ പ്രോഡക്റ്റ് യു എൻ 1 ആയിപ്പോയി. അപ്പോൾ നമുക്ക് നോം വൈ എം സ്ക്വയർ, നമ്മൾ അവിടുന്ന് തുടങ്ങിയത്, ഈ നോം വൈ എം സ്ക്വയർ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ n ഈക്വൽസ് 1 to m മോഡ് എഫ് ഓഫ് യു എൻ സ്ക്വയർ എന്ന് കിട്ടി. ഞാൻ ഇതിന് ഒരു പേര് കൊടുക്കുകയാണ്. ഈ കിട്ടിയ ആൻസറിന് ദിസ് ഈസ് ഈക്വൽ ടു എമ്മിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സമ്മാണ്. എം മാറുന്നതനുസരിച്ച് മാറും. ഇതിനെ ഞാൻ ബീറ്റ എം എന്ന് വിളിക്കുന്നു. ഈ സമ്മിനെ സേ ബീറ്റ എം. നോം ഓഫ് വൈ എം സ്ക്വയർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ n ഈക്വൽസ് 1 to m മോഡ് എഫ് ഓഫ് യു എൻ സ്ക്വയർ, ആൻഡ് ലെറ്റ് us call this sum as beta m. അതിനെ ബീറ്റ എം എന്ന് വിളിക്കുന്നു. ദെൻ അങ്ങനെയെങ്കിൽ നോം ഓഫ് വൈ എം എന്ന് പറയുന്നത് രണ്ട് സൈഡിൽ സ്ക്വയർ റൂട്ട് എടുത്താൽ നോം ഓഫ് വൈ എം എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ബീറ്റ എം ആവും. നോം ഓഫ് വൈ എം സ്ക്വയറിനെയാണ് നമ്മൾ ബീറ്റ എം എന്ന് വിളിച്ചത്. അപ്പോൾ നോം ഓഫ് വൈ എം എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ബീറ്റ എം ആവും. ഓൾസോ എഫ് ഓഫ് വൈ എം, ഈ വൈ എമ്മുകളുടെ എഫ് ഇമേജ് എന്താണെന്ന് നോക്കാം. എഫ് ഓഫ് വൈ എം ഇസ് ഈക്വൽ ടു, വൈ എമ്മിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എഫ് ഓഫ് വൈ എം എന്ന് പറയുന്നത് സമ്മേഷൻ n ഈക്വൽസ് 1 to m എഫ് ഓഫ് യു എൻ ബാർ ഇൻറ്റു യു എൻ. ഈ ലിനിയർ കോമ്പിനേഷൻ ആണ്. എഫ് എന്ന് പറയുന്നത് ഒരു ലിനിയർ മാപ്പ, കണ്ടിന്യൂസ് ലിനിയർ മാപ്പ. അപ്പോൾ നമുക്ക് സമ്മേഷൻ പുറത്തേക്ക് എടുക്കാം. ഫംഗ്ഷൻ എഫിന്റെ ലിനിയാരിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഈ സമ്മേഷനും സ്കെയിലാറും നമുക്ക് പുറത്തേക്ക് എടുക്കാം. സമ്മേഷൻ n ഈക്വൽസ് 1 to m, സ്കെയിലാറും പുറത്തേക്ക് എടുക്കുന്നു, എഫ് ഓഫ് യു എൻ ബാർ. ബാക്കി ഈ എഫ്, ഈ ഫംഗ്ഷൻ പുറത്തുള്ള എഫ് അകത്തേക്ക് പോകുന്നു, അകത്തുള്ള വെക്ടറിലേക്ക് അപ്ലൈ ചെയ്യുക, യു എന്നിലേക്ക് അപ്ലൈ ചെയ്യുക, ഇൻറ്റു എഫ് ഓഫ് യു എൻ എന്നാകും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു വീണ്ടും സമ്മേഷൻ ഓവർ n ഈക്വൽസ് 1 to m, വീണ്ടും ഇത് z ഇൻറ്റു z ബാർ ഫോമാണ്, മോഡ് z സ്ക്വയർ എന്ന് എഴുതാം.
മോഡ് എഫ് ഓഫ് യു എൻ സ്ക്വയർ എന്ന് എഴുതാം. അതിനെയാണ് നമ്മൾ ബീറ്റ എം എന്ന് മേളിൽ വിളിച്ചത്. സമ്മേഷൻ ഓവർ എൻ ഈക്വൽസ് 1 to m മോഡ് എഫ് ഓഫ് യു എൻ സ്ക്വയർ ആണ് ബീറ്റ എം എന്ന് നമ്മൾ എടുത്തത്. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു ബീറ്റ എം. Thus, beta m ഒന്ന് തിരിച്ചെഴുതുന്നു. beta m is equal to f of ym. ഇപ്പം നമ്മൾ എഫ് ഓഫ് വൈ എം ഇവാലുവേറ്റ് ചെയ്തപ്പം ബീറ്റ എം എന്ന് കിട്ടി. സോ ബീറ്റ എം ഈസ് ഈക്വൽ ടു എഫ് ഓഫ് വൈ എം. ആൻഡ് എഫ് ഓഫ് വൈ എം എന്ന് പറഞ്ഞ ഒരു നോൺ നെഗറ്റീവ് ക്വാണ്ടിറ്റിയാണ്. ഈ ബീറ്റ എം എന്ന് പറയുന്നത് നോം വൈ എമ്മിന്റെ സ്ക്വയറാണ്. നോം എന്ന് പറയുന്നത് തന്നെ നോൺ നെഗറ്റീവാണ്. അപ്പൊ ബീറ്റ എം എന്ന് പറയുന്നത് നോൺ നെഗറ്റീവ് ക്വാണ്ടിറ്റി ആണ് എന്ന് പറയുമ്പോൾ ബീറ്റ എമ്മിനോട് ഈക്വൽ ആണ് എഫ് ഓഫ് വൈ എം. എഫ് ഓഫ് വൈ എമ്മും നോൺ നെഗറ്റീവ് ആണ്. ആയതുകൊണ്ട് ഒരു നോൺ നെഗറ്റീവ് നമ്പറിന്റെ മോഡുലസ് അത് തന്നെയാണ് എന്നത് വെച്ച് നമുക്ക് ഇതിനെ ഇങ്ങനെ മാറ്റി എഴുതാം. മോഡ് എഫ് ഓഫ് വൈ എം എന്ന് എഴുതാം. എഫ് ഓഫ് വൈ എം ഇസ് ഈക്വൽ ടു ബീറ്റ എം ആണ്. ബീറ്റ എം എന്ന് പറയുന്നത് നോൺ നെഗറ്റീവ് ആണ്. ആയതുകൊണ്ട് എഫ് ഓഫ് വൈ എമ്മും അതിന്റെ മോഡുലസും ഈക്വൽ ആയിരിക്കും. മോഡുലസ് ഇവിടെ കണക്ട് ചെയ്ത് നമ്മൾ കണ്ടിന്യൂറ്റി ബൗണ്ടഡ്നെസ് ഡെഫിനിഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ്. മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് എന്നതിനെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് എഫ് ഇൻറ്റു നോം ഓഫ് എക്സ് എന്ന രീതിയിൽ എഴുതാം. അപ്പോൾ ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് എഫ് ഇൻറ്റു നോം ഓഫ് വൈ എം എന്നാകും. ഇതിൽ നോം ഓഫ് വൈ എം എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ബീറ്റ എമ്മിന് ഈക്വൽ ആണ്. നോം ഓഫ് വൈ എം ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബീറ്റ എം. അതിവിടെ കൊടുക്കുകയാണ്. ദിസ് ഈസ് ഈക്വൽ ടു നോം ഓഫ് എഫ് ഇൻറ്റു റൂട്ട് ഓഫ് ബീറ്റ എം. സോ ദിസ് ഇംപ്ലൈസ് രണ്ട് എൻഡ് ഒന്ന് കണക്ട് ചെയ്യുകയാണ്. ബീറ്റ എം ലെഫ്റ്റ് എൻഡ് ബീറ്റ എം ഇടയ്ക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്. സോ ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൈറ്റ് എൻഡ് നോം ഓഫ് എഫ് ഇൻറ്റു റൂട്ട് ഓഫ് ബീറ്റ എം. രണ്ട് സൈഡ് നോൺ നെഗറ്റീവ് ക്വാണ്ടിറ്റീസ് ആണ്. സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്യുമ്പോൾ ഇനിക്വാളിറ്റി മാറില്ല. ലെഫ്റ്റ് സൈഡ് നോൺ നെഗറ്റീവ് ആണ്, റൈറ്റ് സൈഡ് നോൺ നെഗറ്റീവ് ആണ്. സോ ബീറ്റ എം സ്ക്വയർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് സ്ക്വയർ ഇൻറ്റു റൂട്ട് ബീറ്റ എമ്മിന്റെ സ്ക്വയർ ബീറ്റ എം എന്നാവും. രണ്ട് സൈഡിൽ നമുക്ക് ഒരു ബീറ്റ എം ക്യാൻസൽ ആക്കാം. ബീറ്റ എം കൊണ്ട് ഇരുവശത്തും ഡിവൈഡ് ചെയ്താൽ സോ ബീറ്റ എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് സ്ക്വയർ എന്ന് കിട്ടുന്നു. എന്താണ് ഈ ബീറ്റ എം? ആദ്യം നമ്മൾ ബീറ്റ എം എന്ന് വിളിച്ചത് ഈ സമ്മിനെയാണ്. സമ്മേഷൻ ഓവർ എൻ ഈക്വൽസ് 1 to m മോഡ് എഫ് ഓഫ് യു എൻ സ്ക്വയറിന് കൊടുത്ത പേരാണ് ബീറ്റ എം. അപ്പൊ തിരിച്ച് ബീറ്റ എമ്മിനെ നമുക്ക് ആ സം കൊണ്ട് റീപ്ലേസ് ചെയ്യാം. ഇങ്ങനെ കിട്ടും. ദിസ് ഇംപ്ലൈസ് സമ്മേഷൻ ഓവർ n equals 1 to m മോഡുലസ് ഓഫ് എഫ് ഓഫ് യു എൻ സ്ക്വയർ അതായിരുന്നു ബീറ്റ എം. ദറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് എഫ് സ്ക്വയർ. ദിസ് ഈസ് ട്രൂ ഫോർ ഓൾ എം. അപ്പോൾ നമുക്ക് ഇതിന്റെ ലിമിറ്റിംഗ് കേസ് എടുക്കാം. നമ്മുടെ സെറ്റ് u1 u2 എക്സെട്ര എന്ന് പറയുന്നത് ഒരു ഇൻഫിനിറ്റ് സെറ്റ് ആണെങ്കിൽ, ഫൈനൈറ്റ് സെറ്റ് ആണെങ്കിൽ ഓൾറെഡി പ്രൂഫ് കഴിഞ്ഞു. u1 തൊട്ട് um വരെ ഉള്ളെങ്കിൽ u1 u2 എക്സെട്ര um അതൊരു ഫൈനൈറ്റ് സെറ്റ് ആണെങ്കിൽ, ആകെ m എലമെന്റ് ഉള്ളെങ്കിൽ എന്റെ പ്രൂഫിങ് കഴിഞ്ഞു. സമ്മേഷൻ ഓവർ n എന്ന് പറഞ്ഞാൽ n ഈക്വൽസ് 1 to m എന്നാണ്. ഇനി u1 u2 എക്സെട്ര um എന്ന് പറയുന്ന ഫൈനൈറ്റ് സെറ്റ് അല്ല, നമുക്ക് തന്നിരിക്കുന്നത് ഒരു ഡെന്യൂമറബിൾ സെറ്റ് ആണ്. കൗണ്ടബിളി ഇൻഫിനിറ്റ് ആയിട്ടുള്ള സെറ്റ് ആണ് എങ്കിൽ ഇതിന്റെ ലിമിറ്റിംഗ് കേസ് എടുത്താൽ മതി. ലെറ്റിംഗ് m ടെൻസ് ടു ഇൻഫിനിറ്റി. ഇഫ് ദ സെറ്റ് ഈസ് ഡെന്യൂമറബിൾ letting m tends to infinity, we get റൈറ്റ് സൈഡ് മാറത്തില്ല. റൈറ്റ് സൈഡ് എമ്മിന് ഇൻഡിപെൻഡന്റ് ആണ്. സോ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ലിമിറ്റ് സമ്മേഷനിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് m ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് അപ്ലൈ ചെയ്യുമ്പോൾ അത് n ഈക്വൽസ് 1 to infinity എന്നാകും. മോഡ് എഫ് ഓഫ് യു എൻ സ്ക്വയർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് സ്ക്വയർ. ദസ് ഫൈനൈറ്റ് ടു ഇൻഫിനിറ്റിയുടെ ചേർത്ത് സമ്മേഷൻ ഓവർ n എന്ന് എഴുതുന്നത്. ദസ് സമ്മേഷൻ ഓവർ n മോഡുലസ് എഫ് ഓഫ് യു എൻ സ്ക്വയർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് എഫ് സ്ക്വയർ.
and hence the lemma.